Hi all, welcome to another episode of Shrudi's Learning Square. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സൗണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാൾ മുമ്പ് ഞാനൊരു ചെറിയ കഥ പറഞ്ഞിട്ട് നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, അയാൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നി. അയാൾ വേഗം തന്നെ ഓടിപ്പോയിട്ട് റെയിൽവേ ട്രാക്കിൽ പോയിട്ട് കിടന്നു. അപ്പോൾ റെയിൽവേ ട്രാക്കിൽ പോയി കിടന്നു കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ കുറേ ദൂരെ നിന്ന് വന്നപ്പോൾ തന്നെ ഇയാൾക്ക് ആ സൗണ്ട് അങ്ങ് ഫീൽ ചെയ്തു. ട്രാക്കിലാണല്ലോ കിടക്കുന്നത്, അപ്പോൾ ട്രാക്കിൽ ചെവി വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അയാൾക്ക് അതിൻ്റെ സൗണ്ട് ഫീൽ ചെയ്യാൻ പറ്റി. സൗണ്ട് നന്നായിട്ട് കേട്ടു. ഭയങ്കര സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ചെറിയൊരു പേടി തോന്നി. പുള്ളി അതിൽ നിന്ന് പിന്മാറി തിരിച്ചു വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ചെറിയ കഥ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന വേറെ ഒന്നുമല്ല, അയാൾ എണീറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ ട്രെയിനിനെ കാണാനും പറ്റുന്നില്ല, അതുപോലെ തന്നെ ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കാനും പറ്റുന്നില്ല. അതേസമയം റെയിൽവേ ട്രാക്കിൽ ചെവി വെച്ച് കിടന്നു കഴിഞ്ഞപ്പോൾ ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റി. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഉത്തരമൊക്കെ ഞാൻ ഇനി ഇവിടുന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം സൗണ്ടിൻ്റെ ഒരു പെക്യൂലിയർ പ്രോപ്പർട്ടി കൊണ്ടാണ് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ഈ സൂര്യനിൽ എന്തോരം റിയാക്ഷൻസ് ആണ് നടക്കുന്നത്, ശരിയല്ലേ? കുറേ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, ഒരുപാട് പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഭൂമിയിലിരുന്നിട്ട് നമുക്ക് ഈ സൗണ്ട് വല്ലതും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്തായിരിക്കും കാര്യം? അങ്ങനെ ഇതെല്ലാം സൗണ്ടിൻ്റെ രസകരമായിട്ടുള്ള പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ PSCക്ക് ചോദിക്കാറുള്ള രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കാണുക. താങ്ക് യു. സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേവാണ് കേട്ടോ. എന്ത് തരത്തിലുള്ള വേവാണ്? വേവ് തരംഗം ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവാണ്. ലോഞ്ചിറ്റ്യൂണൽ വേവിനെ നമ്മൾ എന്താ പറയുന്നത് മലയാളത്തിൽ? അനുദൈർഘ്യ തരംഗം. ഇനി ലോഞ്ചിറ്റ്യൂണൽ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ മലയാളമാണ് നമ്മൾ പറയുന്നത് അനുപ്രസ്ഥ തരംഗം. അപ്പോൾ ലോഞ്ചിറ്റ്യൂണൽ വേവിനെ പറയുന്നത് അനുദൈർഘ്യ തരംഗമാണെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവിനെ നമ്മൾ പറയുന്നത് അനുപ്രസ്ഥ തരംഗം. ഇനി എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം. ലോഞ്ചിറ്റ്യൂണൽ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കേസ് എടുത്തിരിക്കുകയാണ്. ഒരു വേവ് നീങ്ങുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇതിനകത്തുള്ള പാർട്ടിക്കിൾസ്, നമുക്കറിയാം വേവിനകത്ത് എന്തുണ്ട്? കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് എല്ലാതും വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അതായത് എങ്ങനെയാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണോ വേവ് നീങ്ങുന്നത്, അതിന് പാരലലായിട്ടായിരിക്കും കേട്ടോ. അതായത് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. വേവിൻ്റെ മോഷൻ ഇങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ മോഷന് പാരലലായിട്ടായിരിക്കും. ഇതാണ് ലോഞ്ചിറ്റ്യൂണൽ വേവിൽ നടക്കുന്നത്. ക്ലിയർ ആയല്ലോ? അതേസമയം ട്രാൻസ്വേഴ്സ് വേവിൽ എന്താ നടക്കണമെന്ന് നമുക്ക് നോക്കാം. ട്രാൻസ്വേഴ്സ് വേവിൽ നടക്കുന്നത്, ഇപ്പോൾ ഒരു കടലുണ്ട്. കടലിൽ ഒരു തിരമാല വരികയാണെന്ന് വിചാരിച്ചോ, ഒരു വേവ് വരികയാണ്. അപ്പം ഞാനൊരു തേങ്ങ എടുത്തെറിഞ്ഞു. എന്ത് സംഭവിക്കും? തേങ്ങ എങ്ങനെയായിരിക്കും? ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, ഒരു വേവ് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ. ഒരു കടലിൽ ഒരു വേവ് നമ്മുടെ ഡയറക്ഷനിലേക്ക്, നമ്മുടെ അടുത്തേക്ക് ഒരു വേവ് വരികയാണ്. ഞാനൊരു തേങ്ങ എടുത്ത് എറിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റും? ആ തേങ്ങ എങ്ങനെയായിരിക്കും നീങ്ങുന്നത്? തേങ്ങ നീങ്ങുന്നത്, ഇപ്പോൾ ഇത് തേങ്ങയാണെങ്കിൽ തേങ്ങ നീങ്ങുന്നത് ഇങ്ങനെയായിരിക്കും, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അതായത് വേവ് എൻ്റെ അടുത്തേക്ക് വരികയാണ്, തേങ്ങ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നീങ്ങുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതായത് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് അതിനകത്തുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയിലായിരിക്കും. 90 ഡിഗ്രിയിൽ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പോൾ രണ്ട് തരത്തിലുള്ള വേവ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂണൽ വേവും ഉണ്ട്, ട്രാൻസ്വേഴ്സ് വേവും ഉണ്ട്. അപ്പോൾ ഒരെണ്ണം വൈബ്രേറ്റ് ചെയ്യുന്നത്, ലോഞ്ചിറ്റ്യൂഡിനകത്ത് വൈബ്രേറ്റ് ചെയ്യുന്നത് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണെങ്കിൽ, ട്രാൻസ്വേഴ്സ് വേവിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇനി ലോഞ്ചിറ്റ്യൂണൽ വേവിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ സൗണ്ട് വേവ്. അതേസമയം ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഒരു എക്സാമ്പിളാണ് ലൈറ്റ് വേവ്. അപ്പോൾ നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ഇതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ആ രണ്ട് പോർഷൻ ഒന്ന് ഒത്തിരി ക്ലിയർ ആയിട്ട് പോകും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടും കൂടെ അങ്ങ് കമ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പേരുകളൊക്കെ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കോഡ് ഞാൻ പറഞ്ഞുതരാം. ലൈറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ട്രാൻസ്വേഴ്സ് വേവാണ്. അതെങ്ങനെ മനസ്സിലായി? ലൈറ്റിൻ്റെ അകത്ത് ലാസ്റ്റ് ആൽഫബറ്റ് എന്താ? T അല്ലേ? അപ്പോൾ T വെച്ചിട്ട് നമ്മൾ തുടങ്ങുക ട്രാൻസ്വേഴ്സ് വേവ് കേട്ടോ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തോളൂ. അതേപോലെ തന്നെ ലൈറ്റിൻ്റെ മലയാളം എന്താണ്? പ്രകാശം. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? അനുപ്രസ്ഥ തരംഗം. അതേപോലെ തന്നെ പ്രകാശത്തിനകത്ത് എന്നുള്ള ഒരു ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ അതിൻ്റെ മലയാളം എന്താണ്? അനുപ്രസ്ഥ തരംഗം. അതിനകത്തും പ്രായുണ്ട്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ തെറ്റിക്കരുത്, PSCക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അത് സൗണ്ട് എന്ന് പറയുന്ന ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവ് ആണ്. അതേപോലെ തന്നെ സൗണ്ട് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ വേവും കൂടിയാണ്. മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം വേണം. ഒരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ.
ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഒരാൾ റെയിൽവേ ട്രാക്കിൽ കയറി കിടന്നു എന്നൊക്കെ. അപ്പോൾ അത് ആ റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത് സ്റ്റീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് സൗണ്ട് ഭയങ്കര സ്പീഡിൽ, ഒരു മീഡിയം ഉണ്ടല്ലോ, അത് ഭയങ്കര സ്പീഡിൽ സ്റ്റീലിൽ കൂടെ പാസ് ചെയ്തു. അങ്ങനെയാണ് അയാൾക്കത് കേൾക്കാൻ പറ്റിയത്. അതേസമയം അയാൾ എണീറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ എയറല്ലേ നിൽക്കുന്നത്, അപ്പോൾ അതിൽ അത്രയും സ്പീഡിൽ സൗണ്ട് ട്രാവൽ ചെയ്യില്ല. അപ്പോൾ സൗണ്ട് എപ്പോഴും ട്രാവൽ ചെയ്യണത് ഏറ്റവും സ്പീഡിൽ എവിടെയായിരിക്കും? സോളിഡ്സിലായിരിക്കും. അതെപ്പോഴും നിങ്ങൾ ഓർത്ത് വയ്ക്കുക, സോളിഡ്സിലായിരിക്കും സൗണ്ട് ഏറ്റവും വേഗതയിൽ ട്രാവൽ ചെയ്യുന്നത്. അതേസമയം ഏറ്റവും കുറവ് വേഗതയിൽ ട്രാവൽ ചെയ്യണത് എവിടെയായിരിക്കും? ഗ്യാസിലായിരിക്കും കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് സോളിഡ്സിൽ ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വേവാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ വേവിനകത്ത് എന്താ സംഭവിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സൗണ്ടിനകത്തുള്ള പാർട്ടിക്കിൾസ്, ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട് വേവിനകത്ത്, ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് അല്ലാതും തൊട്ടടുത്തിരിക്കുന്ന പാർട്ടിക്കിൾസിനെ പോയിട്ടൊന്ന് ഇടിക്കും, കൊളൈഡ് ചെയ്യും. എന്നിട്ട് ഒരു പാർട്ടിക്കിൾ പോയിട്ട് തൊട്ടടുത്തിരിക്കുന്ന പാർട്ടിക്കിളിനെ ഇടിക്കും, അടുത്ത പാർട്ടിക്കിൾ അപ്പുറത്തെ പാർട്ടിക്കിളിനെ ഇടിക്കും. ഇങ്ങനെയാണ് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു പാർട്ടിക്കിൾ ആ സ്ഥാനത്ത് നിന്ന് എണീറ്റിട്ട് വേറൊരു പോയിന്റിലേക്ക് എത്തിയിട്ടല്ല സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? എപ്പോഴും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ആൾ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചായിരിക്കും നമ്മുടെ സൗണ്ടിൻ്റെ പ്രൊപ്പഗേഷൻ. അപ്പോൾ സോളിഡ്സിനകത്തല്ലേ ഏറ്റവും കൂടുതൽ പാർട്ടിക്കിൾസ് അടുത്തടുത്തിരിക്കുന്നത്? ശരിയല്ലേ? സോളിഡ്സിനകത്ത് ഭയങ്കര അടുത്തായിരിക്കും, ലിക്വിഡിൽ കുറച്ചും കൂടെ ലൂസായിരിക്കും, ഗ്യാസ് ആണെങ്കിൽ സ്പ്രെഡ് ചെയ്തായിരിക്കും. അപ്പോൾ സോളിഡ്സിൻ്റെ കേസിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തൊട്ടടുത്തായതുകൊണ്ട് ഒരു പാർട്ടിക്കിൾ പോയിട്ട് തൊട്ടടുത്തുള്ള പാർട്ടിക്കിളിനെ ഇടിക്കും. അങ്ങനെ പെട്ടെന്ന് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. അതേസമയം ലിക്വിഡിൽ അത്രയ്ക്ക് എളുപ്പത്തിൽ, അതായത് സോളിഡ്സിൻ്റെ അത്രയും ഫാസ്റ്റിൽ ലിക്വിഡിൽ പ്രൊപ്പഗേറ്റ് ചെയ്യില്ല. ഗ്യാസിലാണെങ്കിലും അവിടെ എവിടെയൊക്കെ ആയിട്ടായിരിക്കും പാർട്ടിക്കിൾസ് നിൽക്കുന്നത്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ പോയിട്ട് അടുത്ത പാർട്ടിക്കിളിനെ പോയി ഇടിച്ച്, അത് അടുത്ത പാർട്ടിക്കിളിനെ പോയി ഇടിച്ച് വരുമ്പോഴേക്കും കുറേ ടൈം എടുക്കും. അപ്പോൾ ഏറ്റവും സ്പീഡ് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഏത് മീഡിയത്തിലാണ്? സോളിഡ്സിലാണ്. സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് നമുക്ക് എല്ലാവർക്കും കിട്ടും, ശരിയല്ലേ? അതേസമയം സൗണ്ട് കിട്ടുമോ? സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കുറേ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് അതിൻ്റെ സൗണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ് കാര്യം? സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്, അതൊരു മെക്കാനിക്കൽ വേവും കൂടിയാണ്. അതിനൊരു മീഡിയം വേണം ട്രാവൽ ചെയ്യാൻ. പക്ഷേ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്, അതിനൊരു മീഡിയം വേണ്ട. അതുകൊണ്ട് ലൈറ്റ് നമുക്ക് സൂര്യനിൽ നിന്ന് കിട്ടും, അതേസമയം സൂര്യനിൽ നിന്നുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആസ്ട്രോനോട്ട്സ് എങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റേഡിയോ സിഗ്നൽസ് ഒക്കെ വെച്ചിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവർ സംസാരിക്കുന്നതൊക്കെ റേഡിയോ സിഗ്നൽസ് കൂടിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക, ഇതും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇനി PSCക്ക് ചോദിച്ചിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ സൗണ്ടിൻ്റെ യൂണിറ്റ് എന്താണെന്നുള്ളതാണ്. സൗണ്ടിൻ്റെ യൂണിറ്റ് ഡെസിബലാണ്. അത് ഗ്രാഹം ബെല്ലിൻ്റെ ആ ഒരു വേർഡ് എടുത്തിട്ടാണ് നമ്മളിതിനെ ഡെസിബെൽ എന്ന് എടുക്കാൻ കാര്യം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹേർട്സ് ആണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹേർട്സ് ആണ്. ഇനി സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയറിലുള്ള സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 340 മീറ്റർ/സെക്കൻഡ് ആണ്. 340 മീറ്റർ/സെക്കൻഡ്. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ വേഗത കൂടിയത് ഏത് മീഡിയത്തിലാണ്? സോളിഡിലാണ്, പിന്നെ ലിക്വിഡ്, പിന്നെ ഗ്യാസ്. ഇനി അതേപോലെ തന്നെ തടിയിൽ സൗണ്ടിൻ്റെ വേഗതയാണ് കൊടുത്തിരിക്കുന്നത് 3850 മീറ്റർ/സെക്കൻഡ് ആണ് കേട്ടോ. സ്റ്റീലിലാണെങ്കിൽ 5000 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. സ്റ്റീലിലാണെങ്കിൽ 5000 മീറ്റർ/സെക്കൻഡ്, അതേപോലെ തന്നെ തടിയിലാണെങ്കിൽ എത്രയാണ്? 3850 മീറ്റർ/സെക്കൻഡ്. പിന്നെ ഗ്യാസിൽ 340 മീറ്റർ/സെക്കൻഡ് ആണ്, കുറഞ്ഞു, ശ്രദ്ധിച്ചോണേ. 340 മീറ്റർ/സെക്കൻഡ് ആയി. അതേപോലെ തന്നെ ലിക്വിഡിലാണെങ്കിൽ എങ്ങനെയാണ്? 1453 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ സോളിഡ്സിലാണ് ഏറ്റവും കൂടുതൽ സൗണ്ടിൻ്റെ വേഗത എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതായത് അതിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കൂടുന്നതനുസരിച്ചിട്ട് സൗണ്ടും കൂടും അല്ലേ? അപ്പോൾ സൗണ്ടും അതുപോലെ തന്നെ ഡെൻസിറ്റിയും, അതായത് സ്പീഡ് ഓഫ് സൗണ്ടും ഡെൻസിറ്റിയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി സൗണ്ടിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ പറയുന്നത് എക്കോസ്റ്റിക്സ്. അതേപോലെ തന്നെ എക്കോ എന്ന് പറഞ്ഞാൽ എന്താ? സൗണ്ട് എവിടെയെങ്കിലും പോയിട്ട് ഇടിച്ചിട്ട് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരിക, ഇതിനെയാണ് നമ്മൾ പറയുന്നത് എക്കോനെ കുറിച്ചിട്ടുള്ള പഠനത്തിനെയാണ് നമ്മൾ പറയുന്നത് കെറ്റക്കോസ്റ്റിക്സ് കേട്ടോ. ഇനി മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 Hz to 20 kHz ആണ്. അതായത് ഈ ഒരു റേഞ്ചിലാണ്. ഇതാണ് നമ്മുടെ ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു റേഞ്ചിന് താഴെയാണെങ്കിലും അല്ലെങ്കിൽ ഈ 20 kHz മീതെയാണെങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതാണ് മനുഷ്യൻ്റെ ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത് 20 Hz to 20 kHz എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തത് ക്വാളിറ്റി ഓഫ് എ സൗണ്ട് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ക്വാളിറ്റി ഓഫ് സൗണ്ട് ആദ്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ലൗഡ്നെസ് ആണ്, പിന്നെ പിച്ച്, പിന്നെ ടിമ്പർ. അപ്പോൾ ലൗഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഉച്ചത എന്നാണ് നമ്മൾ ലൗഡ്നെസ് എന്ന് പറയുന്നത്. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥായി. അതേപോലെ തന്നെ ടിമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണമേന്മ കേട്ടോ. അപ്പോൾ ടിമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള സൗണ്ടിനെ നമുക്ക് വേർതിരിച്ച് കേൾക്കാൻ പറ്റുന്ന ഒരു കഴിവ്, അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ടിമ്പർ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ലൈറ്റിലുണ്ടല്ലോ, ലൈറ്റിൽ നമ്മൾ എന്താ പറയുക? അതായത് ലൈറ്റിന്, അതായത് റെസൊല്യൂഷൻ നമ്മൾ പറയും. നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിനെ വേർതിരിച്ച് കാണാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. ഇവിടെ ടിമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിനെ വേർതിരിച്ച്, അതായത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള സൗണ്ടിനെ വേർതിരിച്ച് കേൾക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ പറയുന്നത് ടിമ്പർ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ്? ലൗഡ്നെസ്, പിന്നെ ടിമ്പർ, അതേപോലെ തന്നെ പിച്ച്. പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രവണ സ്ഥിരത എത്രയാണ്? 1/10 ഓഫ് എ സെക്കൻഡ്. ഒരു സെക്കൻഡിൻ്റെ 1/10 നേരമാണ് നമ്മുടെ ചെവിയിൽ ഈ സൗണ്ട് ലാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് ശ്രവണ സ്ഥിരത. 1/10, അത് തെറ്റിക്കരുത്, 1/10 ഓഫ് എ സെക്കൻഡ്. ഇനി എക്കോ. ഒരു എക്കോ നമ്മൾക്ക് കേൾക്കാനായിട്ട് എത്ര ഡിസ്റ്റൻസ് വേണം? ഒരു മിനിമം ഡിസ്റ്റൻസ് എത്ര വേണം? 17 മീറ്റേഴ്സ് വേണം കേട്ടോ. അപ്പോൾ ഇതും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, PSC ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എക്കോ നമുക്ക് കേൾക്കാൻ എത്ര ഡിസ്റ്റൻസ് വേണം? 17 മീറ്റേഴ്സ് വേണം. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത വർഷം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയുമോ? ചെറുതായിട്ട് അങ്ങ് ഒരു ട്വിസ്റ്റ് ചെയ്തു. അതായത് ഒരു എക്കോ ഉണ്ടാവാൻ ഒരു സൗണ്ട് വേവ് എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു? നമുക്കറിയാം എക്കോ എങ്ങനെയാണ് കേൾക്കുന്നത്? ഒരു സൗണ്ട് പോയിട്ട് ഒരു സ്ഥലത്ത് പോയി ഇടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അല്ലേ? അപ്പോൾ എക്കോ ഉണ്ടാവാനുള്ള മിനിമം ദൂരം 17 ആണ്. അപ്പോൾ 17, ഇവിടെ 17, ഇവിടെയും 17. അപ്പോൾ 17 × 2 ദാറ്റ് ഗീവ്സ് യു 34 മീറ്റേഴ്സ്. ഇതായിരുന്നു നമ്മുടെ ഇതിൻ്റെ ആൻസർ. അടുത്തത് സ്പീഡ് ലോവർ ദാൻ സൗണ്ട് കേട്ടോ. സൗണ്ടിൻ്റെ സ്പീഡിനേക്കാളും കുറഞ്ഞ സ്പീഡിലുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് സബ്സോണിക്. അതേപോലെ തന്നെ സൗണ്ടിൻ്റെ സ്പീഡിനേക്കാളും സൗണ്ടിൻ്റെ സ്പീഡിൻ്റെ 2 ഇരട്ടിയുള്ള സ്പീഡുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് സൂപ്പർസോണിക്. ക്ലിയർ ആയല്ലോ? സബ്സോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിൻ്റെ സ്പീഡിനേക്കാളും കുറഞ്ഞ സ്പീഡിലുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് സബ്സോണിക്. സൂപ്പർസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിൻ്റെ 2 ഇരട്ടി സൗണ്ടിൻ്റെ സ്പീഡിൽ പോകുന്നതിനെയാണ് നമ്മൾ പറയുന്നത് സൂപ്പർസോണിക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹൈപ്പർസോണിക് ഉണ്ട്. ഹൈപ്പർസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിൻ്റെ വെലോസിറ്റി × 5, അതായത് 5 ടൈംസ് സൗണ്ടിൻ്റെ വേഗത. അതിലാണ് നമ്മൾ പറയുന്നത് എന്ത്? ഹൈപ്പർസോണിക്. എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സൂപ്പർ മാർക്കറ്റും ഉണ്ട്, ഹൈപ്പർ മാർക്കറ്റും ഉണ്ട് ഇല്ലേ? സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് അത്ര വലുതൊന്നും അല്ലല്ലോ. പക്ഷേ ഹൈപ്പർ മാർക്കറ്റ്, ഈ ലുലു ഒക്കെ എടുത്ത് നോക്കിക്കോളൂ, ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പോൾ കുറച്ചും കൂടെ വലുതാണ്. അപ്പോൾ ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈപ്പർ മാർക്കറ്റാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഹൈപ്പർ സോണിക് എന്ന് പറയുമ്പോൾ 5 ടൈംസ് ആയിട്ട് പറയാൻ കാര്യം. അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അതേപോലെ തന്നെ സൂപ്പർ സോണിക് ആണെങ്കിൽ നിങ്ങൾ ഓർക്കുക 2 ടൈംസ് ആണ്. അതേപോലെ തന്നെ സൗണ്ടിൻ്റെ വേഗതയേക്കാളും കുറഞ്ഞ സ്പീഡിലുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് സബ്സോണിക്. ക്ലിയർ ആയല്ലോ? ഇതേപോലെ തന്നെയാണ് ഫ്രീക്വൻസിയുടെ കേസും. ഫ്രീക്വൻസി നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ഇൻഫ്രാസോണിക്കും, ഒന്ന് അൾട്രാസോണിക്കും. ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 20 ഹെർട്സിന് താഴെയായിരിക്കും. ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഹെർട്സിന് താഴെയായിരിക്കും. അതേസമയം അൾട്രാസോണിക് ആണെങ്കിൽ 20 ഹെർട്സിന് മീതിയായിരിക്കും. അൾട്രാസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഹെർട്സിന് മീതിയായിരിക്കും. അതുപോലെ തന്നെ ബ്ലൂ വെയിൽ, ജിറാഫ്, ഭൂമി കുലുക്കം, വോൾക്കാനോ, ഇതെല്ലാം കുറച്ച് വലിയ സംഭവങ്ങളല്ലേ? അപ്പോൾ ഇതിലെല്ലാം നമുക്ക് വരുന്ന എന്തായിരിക്കും? എന്ത് ഫ്രീക്വൻസി ആയിരിക്കും? ഇൻഫ്രാസോണിക് ഫ്രീക്വൻസി. അതായത് ഇൻഫ്ര എന്ന് പറഞ്ഞാൽ എന്താ? 20 ഹെർട്സിന് താഴെയാണല്ലോ. അപ്പോൾ വലിയ ആൾക്കാർ അല്ലെങ്കിൽ വലിയ സാധനങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും വരുന്ന ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അതായത് 20 ഹെർട്സിന് താഴെയായിരിക്കും. അപ്പോൾ ബ്ലൂ വെയിൽ ഉണ്ടാക്കുന്ന സൗണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉണ്ടാക്കുന്ന സൗണ്ട് എല്ലാം എങ്ങനെയായിരിക്കും വരുന്നത്? 20 ഹെർട്സിന് താഴെയായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി, വേഗം ഓർക്കാൻ പറ്റും. അതേപോലെ ഈ കുറച്ച് ഇൻസെക്ട്സ് അല്ലെങ്കിൽ ബേർഡ്സ്, ഏതൊക്കെയാണ്? ബാറ്റ്, അതുപോലെ തന്നെ ഗ്രാസ് ഹോപ്പർ, ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്ങനെയായിരിക്കും? 20 കിലോ ഹെർട്സിന് മീതെയായിരിക്കും. അപ്പോൾ ചെറിയ സാധനങ്ങളാണെങ്കിൽ വലിയ ഫ്രീക്വൻസി എന്ന് ഓർത്താൽ മതി. അതുപോലെ തന്നെ വലിയ സാധനങ്ങൾ, അതായത് എർത്ത് ക്വേക്ക്, വോൾക്കാനോ, ബ്ലൂ വെയിൽ, ജിറാഫ്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ചെറിയ ഫ്രീക്വൻസി ആയിരിക്കും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ചെറിയ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസോണിക് ഫ്രീക്വൻസി. അടുത്തത് നമ്മൾ പഠിക്കുന്ന ഡോപ്ലർ എഫക്റ്റ് ആണ്. ഡോപ്ലർ എഫക്റ്റ് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ 3 കാര്യങ്ങൾ ആലോചിക്കണം. ഒരു സോഴ്സ് ഉണ്ട്, ഒരു ലിസണർ ഉണ്ട്, ഒരു മീഡിയ ഉണ്ട്. സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, സൗണ്ടും ലൈറ്റും ഒക്കെ ആവാം കേട്ടോ. ഡോപ്ലർ എഫക്റ്റ് 2ലും വരുന്ന കേസാണ്. അപ്പോൾ ആരാണോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ പറയുന്നത് സോഴ്സ്. ലിസണർ അല്ലെങ്കിൽ ഒബ്സർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ ആ സൗണ്ട് കേൾക്കുന്നത് അതാണ് നമ്മുടെ ലിസണർ അല്ലെങ്കിൽ ഒബ്സർവർ. അതേപോലെ തന്നെ മീഡിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് നീഡ്സ് എ മീഡിയം ടു പ്രൊപ്പഗേറ്റ്. അപ്പോൾ ഒരു മീഡിയം നമ്മൾ എടുക്കുക. ഇനി ഡോപ്ലർ എഫക്റ്റിൽ പറയുന്നത്
ഒരു സോഴ്സും ഒരു ലിസണറും അടുത്തേക്കാണ് വരുന്നതെങ്കിൽ സൗണ്ടിൻ്റെ ഫ്രീക്വൻസിക്ക് എന്ത് പറ്റും? കൂടും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നിൽക്കുകയാണ്, ട്രെയിൻ നമ്മുടെ അടുത്തേക്ക് വരിക, നമ്മൾ നിൽക്കുകയാണ്, നമ്മളാണ് എന്ത്? ഒബ്സർവർ. ട്രെയിനാണ് നമ്മുടെ സോഴ്സ്, ട്രെയിനിൽ നിന്നാണ് സൗണ്ട് വരുന്നത്. അപ്പോൾ ഒരു ട്രെയിൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എന്ത് പറ്റും? അതായത് സൗണ്ടിൻ്റെ ഫ്രീക്വൻസി കൂടി കൂടി വരും, നമുക്ക് കൂടുതൽ സൗണ്ട് കേൾക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ട്രെയിൻ നമ്മുടെ പൊസിഷൻ കഴിഞ്ഞിട്ട് ട്രെയിൻ അങ്ങ് നമ്മൾ കടന്നു പോവുകയാണ്, അപ്പോൾ നമുക്ക് സൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡോപ്ലർ എഫക്റ്റ്. അങ്ങനെയാണെങ്കിൽ ബ്ലൂ ഷിഫ്റ്റിൻ്റെയും റെഡ് ഷിഫ്റ്റിൻ്റെയും റീസൺ എന്താണെന്നുള്ളതാണ്. അതിൻ്റെ റീസൺ ഡോപ്ലർ എഫക്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത് സൗണ്ടിന് മാത്രമല്ല ബാധകം, ലൈറ്റിനും ബാധകമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ലൈറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു ആസ്ട്രോണമർ ഒരു വൈറ്റ് സ്റ്റാറിൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അയാൾ ആ സ്റ്റാർ ഏത് കളറായിട്ട് കാണും എന്നുള്ളതാണ് ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. PSCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ആസ്ട്രോണമർ ഒരു വൈറ്റ് സ്റ്റാറിൻ്റെ അടുത്തേക്ക് നീങ്ങി അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ആ സ്റ്റാർ ഏത് കളറായിട്ടായിരിക്കും തോന്നുന്നത്? ആൻസർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആസ്ട്രോണമർ അടുത്തേക്ക് വരും തോറും, സ്റ്റാറിൻ്റെ അടുത്തേക്ക് വരും തോറും എന്ത് പറ്റും? ഫ്രീക്വൻസിക്ക് എന്ത് പറ്റും? കൂടും അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? അതായത് സോഴ്സ് അടുത്തേക്ക് വരും തോറും നമുക്ക് എന്ത് പറ്റും? ഫ്രീക്വൻസിയിൽ ഇൻക്രീസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി കൂടി. ഫ്രീക്വൻസി കൂടിയിട്ടുള്ള കളർ ഏതാണ്? നമ്മളിവിടെ പറയണത് ലൈറ്റിൻ്റെ കേസാണ് കേട്ടോ. ഫ്രീക്വൻസി കൂടിയിട്ടുള്ള കളർ ഏതാണ്? വയലറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് വയലറ്റ് ഷെയ്ഡായിട്ടുള്ള, അതായത് ബ്ലൂ കളറിലായിരിക്കും അയാൾക്ക് ആ സ്റ്റാർ കാണാൻ പറ്റുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരാൾ സ്റ്റാറിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ വൈറ്റ് കളറുള്ള ഒരു സ്റ്റാർ അയാൾക്ക് ബ്ലൂ കളറായിട്ട് കാണും, അതായത് ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറയും. അതേപോലെ തന്നെ ഇഫ് ഹീ ഈസ് മൂവിങ് എവേ ഫ്രം ദി സ്റ്റാർ, അയാൾ ആ സ്റ്റാറിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ അയാൾക്ക് അത് തോന്നുന്നത് എന്ത് കളറായിട്ടായിരിക്കും? റെഡ് കളറായിട്ടായിരിക്കും. ക്ലിയർ ആയല്ലോ? അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കോ ആണ്. എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിനെയാണ് നമ്മൾ പറയുന്നത് എക്കോ. സൗണ്ട് എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ട് തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ പറയുന്നത് എക്കോ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു എക്കോ കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര മിനിമം ഡിസ്റ്റൻസ് വേണം? 17 മീറ്റേഴ്സ് മതി. അപ്പോൾ 17 മീറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു എക്കോ കേൾക്കാൻ പറ്റും. അതേപോലുള്ളൊരു ടേമാണ് റീവർബറേഷൻ. റീവർബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്, അതായത് അനുരണനം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ റീവർബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ഒരു സ്ഥലത്ത് പോയി ഇടിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പിന്നെയും പോയി ഇടിച്ച് റിഫ്ലക്റ്റ് ചെയ്യുക, ഇതിനെയാണ് നമ്മൾ പറയുന്നത് റീവർബറേഷൻ. അപ്പോൾ നമുക്കറിയാം ഈ സിനിമാ തിയേറ്ററിലൊക്കെ അവിടുത്തെ വാൾസൊക്കെ ഭയങ്കര റഫായിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റീവർബറേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വാൾസൊക്കെ നല്ല റഫായിട്ട് വെക്കാൻ കാര്യം. അപ്പോൾ അതാണ് റീവർബറേഷൻ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് റെസണൻസ് ആണ്. റെസണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് ഫ്രീക്വൻസിയും അതേപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആവുമ്പോൾ, അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും അതേപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസിയും ഈക്വൽ ആവുമ്പോഴാണ് റെസണൻസ് നടക്കുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം ഇടി വെട്ടുന്ന സമയത്താണെന്ന് വിചാരിച്ചോ. ഇടി വെട്ടുന്ന സമയത്ത് നമുക്കറിയാം ജെല്ലയുടെ കമ്പികളൊക്കെ ചെറുതായിട്ട് അങ്ങ് വൈബ്രേറ്റ് ചെയ്യുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടി വെട്ടുന്നതിൻ്റെ ഫ്രീക്വൻസി, അതായത് സൗണ്ടിൻ്റെ ഫ്രീക്വൻസിയും അതായത് അപ്ലൈഡ് ഫ്രീക്വൻസി അതും അതേപോലെ തന്നെ കമ്പിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആവുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? റെസണൻസ് സംഭവിക്കുന്നത്, അതായത് വൈബ്രേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മളിനി പഠിക്കാൻ പോകുന്നത് കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഓഡിയോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രത അളക്കാനുള്ള ഒരു ഉപകരണമാണ് ഓഡിയോമീറ്റർ. ടാക്കോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനത്തിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ടാക്കോമീറ്റർ. സോണാർ എന്ന് പറയുന്നത് സമുദ്രത്തിൻ്റെ ആഴം അതേപോലെ തന്നെ മത്സ്യത്തിൻ്റെ സ്ഥാനം ഇതെല്ലാം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് സോണാർ എന്ന് പറയുന്നത്. എക്കോ ലൊക്കേഷനാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് എക്കോ സൗണ്ടർ അതേപോലെ തന്നെ ഫാത്തോമീറ്റർ, രണ്ടും രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ജലാശയങ്ങളുടെ ആഴം അളക്കാൻ വേണ്ടിയിട്ടാണ്. ഗാൽട്ടൺ വിസിൽ എന്ന് പറയുന്നത് പട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗാൽട്ടൺ വിസിൽ. ഓസിലോസ്കോപ്പിനകത്ത് ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത്. റെക്കോർഡ് ചെയ്ത ശബ്ദം പുനഃസംപ്രേഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോണോഗ്രാഫ് ഉപയോഗിക്കുന്നത്. എന്നാൽ മൈക്രോഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിനെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ എന്ന് പറയുന്നത്. മെഗാഫോണും അതേപോലെ തന്നെ സ്റ്റെതസ്കോപ്പും ഹാർട്ട് ബീറ്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. എക്കോ മെത്തേഡാണ് നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് യൂണിറ്റ്സ് പഠിക്കാം.
1 ഫാത്തം എന്ന് പറയുന്നത് 6 അടിയാണ്. ആഴത്തിൻ്റെ യൂണിറ്റാണ് ഫാത്തം. അതേപോലെ തന്നെ 1 മാക്ക് എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്, സ്പീഡാണ്. ഹേർട്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ് ഹേർട്സ്. സൗണ്ടിൻ്റെ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബിളാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.